ടെക്നിക്കൽ ട്രേഡ് യൂണിയൻ കമ്പനി ജീവനക്കാരിയായ ആലുവ സ്വദേശി റസീല ESI ആശുപത്രിയിലാണ് നട്ടെല്ല് വേദനയ്ക്ക് ആദ്യം ചികിത്സ തേടിയത്. പരിശോധനയ്ക്ക് ശേഷം ESI അധികൃതർ തുടർ ചികിത്സയ്ക്കായി റസീലയെ എറണാകുളം ലൂർദ് ആശുപത്രിയിലേക്ക് അയച്ചു. തുടർന്ന് 24-ാം തീയതി ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും രോഗിയെ മുറിയിലേക്ക് മാറ്റാത്തതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അബദ്ധത്തിൽ ബ്ലേഡ് കഷ്ണം കുടുങ്ങിയ കാര്യം ഡോക്ടർമാർ പറയുന്നത്. ESI മുഖാന്തരം വന്നതിനാൽ തുടർ ചികിത്സയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ESI തന്നെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ തിങ്കളാഴ്ച രോഗിക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് നൽകി. സർജനാണ് വന്നിട്ട് പറഞ്ഞത് അതെടുത്ത് കളയാൻ പറ്റൂല, അതെടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പേഷ്യൻറ്റിന് ജീവന് എന്തെങ്കിലും ഇത് പറ്റും, അല്ലെങ്കിൽ മൊത്തം തളർന്നു പോകും. അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയായിരിക്കില്ല, നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരം. അതുകൂടാണ്ട് പറഞ്ഞത് MGR 36 വർഷം തലയിൽ ബുള്ളറ്റ് വെച്ച് ജീവിച്ച്, വേറൊരാൾ വയറ്റിൽ കത്തിയിട്ട് ജീവിച്ച്, ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള അൻസാർ തുടർന്ന് സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ സർജിക്കൽ എക്യുപ്മെന്റ് എന്താണ്, ആ ഒടിഞ്ഞിരിക്കുന്നത് എത്ര ഇഞ്ചുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ട് അവർക്കൊന്നും അത് തരാൻ കഴിയില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും വെക്കേറ്റ് ചെയ്ത് ഇവിടുന്ന് പോയാൽ മതി. അവർക്ക് എങ്ങനെയെങ്കിലും പോയതിന് ശേഷം അവർക്ക് എന്താ നമ്മൾ ആവശ്യമുള്ളതെല്ലാം തരാം. രോഗി ആശുപത്രി വിട്ടുപോകാത്തതിനാൽ പോലീസിനെ ഉപയോഗിച്ച് ഇറക്കിവിടാനാണ് ആശുപത്രി അധികൃതരുടെ ശ്രമം. രോഗിയുടെ ഭർത്താവ് അൻസാറിനോട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. ജയേഷ് രാഘവൻ, മീഡിയ 1, കൊച്ചി.